വാള് ഏതേ പോവുക. ആനത്തൂവയുണ്ട്. ഇത് ഉപ്പേരി വെക്കാൻ പറഞ്ഞ. ഇത് ആനത്തൂവയില്ലേ? അയ്യോ അമ്മേ. ആനത്തൂവ വെച്ചിട്ട് ഉപ്പേരിന്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. അതെന്തായാലും ഒരു വീഡിയോ എടുക്കണം. താളുംതണ്ട് കറിയൊക്കെ വെച്ച് കഴിക്കാറില്ലേ? നിങ്ങളൊക്കെ കഴിക്കാറില്ലേ? ഞാൻ താളുംതണ്ട് മുറിക്കാൻ വരണം കേട്ടോ. അതും മുതിരയില്ലേ, കൊള്ള് അഥവാ മുതിര, അതും കൂടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. താളുംതണ്ട് സ്പെഷ്യൽ അടിപൊളിയാണ്. ദാ ഇത്രേ വേണ്ടുള്ളൂ കറി വെക്കാൻ. ഇതും മുതിര, ഇതാണ് സ്പെഷ്യൽ. അടിപൊളിയാണ്. വെറുതെ നമുക്ക് ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആണ്. അത് വെറുതെ എടുത്ത് കഴിക്കാം. നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല. അത് ഉണ്ടാക്കുന്ന രീതി കണ്ടാൽ നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും. അങ്ങനെയാണ്. കാന്താരി കാന്താരി മുളകാ വേണ്ടത്. കാന്താരി പറിക്കണം. അവിടുത്തെ ചെടിയിലുണ്ട്. കാന്താരി പറിക്കട്ടെ. കാന്താരി കാന്താരി വേണം. മുളക് പൊടിയൊന്നല്ല കേട്ടോ. കാന്താരിയും ചെറിയുള്ളിയൊക്കെയാണ് വേണ്ടത്. അടിപൊളിയാണ്. കുറച്ച് കൂടുതൽ വേണം. ഇത് നല്ല എരിവുള്ള കാന്താരി തന്നെയാണ്. മഴ മഴ ഇന്ന് ഇങ്ങനെ തന്നെയാണ്. വെയിലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ തൂളിയിട്ടിട്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് കനമഴയല്ല. ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇന്ന്. കർക്കിടക മാസത്ത് പത്തേല കൂട്ടി കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പത്തേല ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചേനടയില ഒന്നും കിട്ടിയിട്ടില്ല. ചേനടയില ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ കിട്ടാൻ പ്രയാസാണ്. അപ്പൊ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, അവരുടെ പാടത്തുണ്ട്. അപ്പൊ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിപ്പോ കരിയാണ്. എനിക്കിത് കട്ട് ചെയ്യുന്ന സമയത്തൊന്നും കൈയൊന്നും ചൊറിയില്ല കേട്ടോ. ചിലവർക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലവർക്കൊക്കെ ചൊറിയാറൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ അമ്മയുള്ള സമയത്തൊക്കെ ഇല്ലേ, അമ്മയ്ക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള ഇലക്കറികളോടാണ് കൂടുതൽ ഇഷ്ടം. ചേമ്പും തണ്ട്, ചേനത്തണ്ട്, പിന്നെ കാട്ടു ചേനയുടെ തണ്ട്. അത് നമ്മൾ കറി വെച്ചിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമാണ്. അത് ഇവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിലല്ല, തൊട്ടടുത്ത്. അപ്പൊ അതൊരു ദിവസം കറി വെക്കേണ്ട ഇത് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. നല്ല രസമാണ്. കർക്കിടക മാസം കഴിയുമ്പോഴേക്കും അത് ഉണ്ടാക്കണം. അപ്പൊ ചൊറിയില്ല. ഇനി മുതിര വറക്കണം. വറുത്തിട്ട് മിക്സിന്റെ ജാറില്ല, അതിൽ പൊടിച്ചെടുക്കാം. താളും തണ്ട് ഇതാ അരിഞ്ഞ് എടുത്തിട്ട് കഴുകിയിട്ടില്ല, കഴുകണം. അപ്പൊ ആദ്യം ഇതൊന്ന് വേഗം വറുത്ത് പൊടിച്ച് റെഡിയാക്കണം. പെട്ടെന്നാവും താളിക്കറി. ഒരുപാട് നേരമൊന്നുമില്ല കേട്ടോ. ഒരു 10-20 മിനിറ്റ് അത്രേ ഉള്ളൂ. പെട്ടെന്നാവും. പിന്നെ ഇതാ കാന്താരി, ചെറിയുള്ളി നന്നായിട്ട് അരവുകല്ലിൽ കൊണ്ട് ചതച്ച് കൊണ്ടുവന്നതാണ്. ഇത്തിരി എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് എരിവ്. അപ്പൊ മൺചട്ടിക്കകത്ത് ആക്കിയിട്ടുണ്ട്. താളും തണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി, കാന്താരി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ എന്താ വെച്ചാൽ വാഴംപുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളി വേണം, അല്ലെങ്കിൽ ചൊറിയുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുക. താളം തണ്ടപ്പോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്തോ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയാ നമുക്ക് ചെയ്യേണ്ടത്? വാഴംപുളി ഇല്ലേ, പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യത്തിനുള്ള പുളിപ്പിന് ഉള്ള പുളി എടുത്താൽ മതി. ഒരുപാട് പുളിയൊന്നും വേണ്ട. താളം തണ്ട് എത്ര എടുക്കണോ അതിനനുസരിച്ചുള്ള. കാരണം പുളി ഇല്ലെങ്കിൽ എന്തായാലും ചൊറിയും. അപ്പൊ പുളി ഒഴിക്കണം ഇതില്. വാഴംപുളി വെള്ളമാണ്. മുതിര ദാ പൊടിച്ചെടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അനി അതിലേക്ക് ഇട്ട് കൊടുക്ക. അടിപൊളിയാണേ. കാണുമ്പോ തന്നെ ഇപ്പൊ തന്നെ കഴിച്ചാലോന്നുണ്ട്. തിളച്ചു വരാൻ സമയമൊന്നുമില്ല. ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കണമെന്നുണ്ട്. അടിപൊളിയാണ്. കണ്ടില്ലേ? സൂപ്പർ.
ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോന്നൊന്ന് നോക്കട്ടെ. കുറവാണ്, കുറച്ചും കൂടി ചേർക്കണം. അപ്പൊ റെഡിയായി താളും തണ്ടും മുതിര പൊടിച്ചതും റെഡി ആയിട്ടുണ്ട്. കറി ഇനി നമുക്ക് താളിക്കാം. വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കണ്ടേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്ക. അടിപൊളിയായിട്ടുണ്ട് കറി. ആഹാ, വേഗം കഴിക്ക, ചൂടോടെ തന്നെ കഴിക്ക, അടിപൊളിയാണ്. ഇതാണോ, ഇതാണ് താളും തണ്ടും മുതിര പൊടിച്ചതും. അടിപൊളി കറിയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. അപ്പോഴേ ഊണ് കഴിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചോ? അപ്പൊ ഇന്ന് ഇതൊന്ന് കൂട്ടിട്ട് വയറിനകത്ത് ചോറ് കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ.